വെച്ച് കെട്ടിയാൽ എന്താണ് പ്രശ്നം? ഞാൻ വെച്ച് കെട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ അത് ആരെയാണ് ബാധിക്കുന്നത്? എന്നെ മാത്രം ബാധിച്ചാൽ പോരെ? ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നമാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ശരീരത്തിൽ ഞാൻ 100% പ്രൗഡായിട്ടുള്ള വ്യക്തിയാണ്. ഇനി എനിക്ക് വെച്ച് കെട്ടണം എന്ന് തോന്നിയാൽ വെച്ച് കെട്ടാനും എനിക്ക് അധികാരവും അവകാശവുമുണ്ട്. അത് എൻ്റെ ശരീരത്തിലല്ലേ ചെയ്യുന്നത്, വേറെ ആരുടെയും ശരീരത്തിലല്ലല്ലോ ചെയ്യുന്നത്. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഹണി റോസിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ ന്യൂസ് 80 കേരള എന്ന് പറയുന്ന ന്യൂസ് ചാനലിൽ ഉണ്ടായിരുന്നു. അതിലൊരു ചെറിയൊരു ഭാഗമാണിത്. അതിൽ ഹണി റോസിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു ആങ്കർ ചോദിക്കുകയാണ്, ഹണി റോസ് പല ഇനാഗ്രേഷൻ ഫംഗ്ഷനും വരുമ്പോഴത്തേക്കും വെച്ച് കെട്ടിയല്ലേ വരാറ് എന്നുള്ളത് ചില ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് എന്നുള്ളത്. അതെന്താണ് അതിനെക്കുറിച്ചൊന്ന് ചോദിക്കുമ്പോൾ ഹണി റോസിന്റെ ഒരു മറുപടിയാണത്. എന്റെ ശരീരത്തിൽ ചിലപ്പോൾ ഞാൻ വെച്ച് കെട്ടി വരും, അതിൽ ആർക്കാണ് നഷ്ടമുള്ളത്? അതിൽ ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? ഞാൻ എന്റെ ശരീരത്തിൽ എന്ത് ചെയ്യണം ചെയ്യണ്ട തീരുമാനിക്കുന്നത് എന്റെ അവകാശമാണ്. അതിലാർക്കും അഭിപ്രായം അതിലാർക്കും ബോധേഡാവേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം ഇടണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് എന്നൊക്കെ വളരെ ഭയങ്കര ബോൾഡായിട്ട് നമ്മുടെ ഹണി റോസ് സംസാരിക്കുകയാണ്. അപ്പൊ അതില് നമുക്ക് ഇപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ എങ്ങനെയുള്ള ഡ്രസ്സ് ഇടണം ഇടണ്ട എന്നുള്ളത്. പക്ഷെ പല ഇനാഗ്രേഷൻ ഫംഗ്ഷനും ഈ പറയുന്ന ഹണി റോസ് വരുമ്പോൾ പല രീതിയിലുള്ള എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചാണ് വരാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഈ വെച്ച് കെട്ടുകല്ലുകള് അത് പല രീതിയിൽ നമുക്ക് തോന്നാറുണ്ട്. ഇപ്പൊ ഒരുപാട് ഇനാഗ്രേഷൻ ഈ ഹണി റോസ് വന്നിട്ടുണ്ട്. ആ വന്നതിലൊക്കെ ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ വന്നത് ഒരെണ്ണം പോലും നമുക്ക് എടുത്തു പറയാനില്ല. ഇതൊരിക്കലും അവരെ ബോഡി ഷേമിങ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ എന്താ പറയാ സമൂഹത്തിന് മുന്നിൽ നാണം കടത്താനോ ഒന്നുമല്ല. നമുക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം അവര് പല ഇനാഗ്രേഷനും വരുമ്പോൾ ഇതുപോലെ എന്തൊക്കെയോ വെച്ച് കെട്ടി വരുന്ന പോലെയാണ് തോന്നാറ്. പിന്നെ ആൾക്കാർ എങ്ങനെ കമന്റ് പറയാതിരിക്കും? അതുപോലെ തന്നെ ഇപ്പൊ ഇവര് തന്നെ പറയുന്നുണ്ട്. അവര് പറയുന്ന കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഇതൊന്നും നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട വിഷയങ്ങളല്ല. ഇതൊക്കെ നമ്മൾ ഒന്ന് ഇരുന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വൃത്തികേടുകളാണ്. ഇതെങ്ങനെ ഞാൻ പ്രൂവ് ചെയ്യാം എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കും പലപ്പോഴും. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ പറയുന്നത്? ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു 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 കുറച്ചു കൂട്ടം ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന ചിന്താഗതികളാണ്. ഇങ്ങനെ നിങ്ങൾ കെട്ടിയൊരുങ്ങി നടന്നാൽ നിങ്ങളെ തെറി വിളിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല. അതിന് ശക്തമായ നിയമമുണ്ട്. ഇനി ആ നിയമം ഡെഫിനറ്റ്ലി അതിൻ്റെതായിട്ടുള്ള ജോലികൾ ചെയ്യും. അപ്പം നിങ്ങൾ മാന്യമായിട്ട് പെരുമാറാൻ അതൊരു ബേസിക് എന്താ പറയുക ഒരു 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 കാര്യമാണ്. നമ്മളൊരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അല്ലേ. അതിന് ചില നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നതാണ്. നമ്മളൊരു സ്ത്രീയുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു പുരുഷന്റെ അടുത്ത് എങ്ങനെ പെരുമാറണം, പ്രായമായ ആളുകളുടെ അടുത്ത് നമ്മൾ എങ്ങനെ പെരുമാറണം. പിന്നെ ഫാമിലിയിൽ നിന്നും നമ്മളെ സ്കൂളുകളിൽ നിന്നായാലും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു വിടുന്നതാണ്. എനിക്ക് നമ്മൾ ഹണി റോസ് പറഞ്ഞ കേട്ടല്ലോ, ആ ഒരു പറച്ചിൽ ഒരു ചെറിയൊരു ഭീഷണി ഇല്ലേ? അതായത് ഇനി ഹണി റോസിനെ ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിൽ അല്ലെങ്കിൽ ബാഡ് കമന്റുകൾ പറയുവാണെങ്കിൽ അവർക്കെതിരെയൊക്കെ ഹണി റോസ് നിയമമുണ്ട്, നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ഭീഷണിയല്ലേ ആ പറഞ്ഞത്? ഹണി റോസ് എന്നല്ല, ആരാണെങ്കിലും ഇതുപോലുള്ള വേഷം കെട്ട് കാണിച്ചു വന്നു കഴിഞ്ഞാൽ ആരാണെങ്കിലും കമന്റ് പറഞ്ഞു പോകും. എന്നാൽ ഒന്ന് ചിന്തിക്കുക, ഒരുപക്ഷെ ഞാൻ ഇതുപോലുള്ള ഇനാഗ്രേഷൻ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ട് അല്ലെ ഇതുപോലെ വെച്ച് കെട്ടി പോകുന്നത് കണ്ടിട്ടായിരിക്കും ആൾക്കാർ ഇതുപോലെ ബാഡ് കമന്റ് പറയുന്നത്. എന്നാൽ ഇനിയെങ്കിലും ഇതുപോലുള്ള ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ പോകുമ്പോഴത്തേക്കും കുറച്ച് നല്ല രീതിയിൽ പോയാൽ ഒരുപക്ഷെ ആൾക്കാർ ഇത്രത്തോളം ബാഡ് കമന്റുകൾ വരുമെന്ന് എനിക്ക് തോന്നില്ല. ഇപ്പൊ ഞാനും ഒരു സ്ത്രീ എന്ന രീതിയിൽ ഹണി റോസിന്റെ പല രീതിയിൽ ഉള്ള വസ്ത്രധാരണം കണ്ടിട്ട് കുറച്ച് ബോറായിട്ട് നമുക്കൊന്നും തോന്നിയിട്ടുണ്ട്. അതും പ്രത്യേകിച്ച് ഇതുപോലുള്ള ഇനാഗ്രേഷൻ ഒക്കെ വരുമ്പോഴാണ് ഇതുപോലുള്ള ഒരുമാതിരി ഒരു കുറച്ച് ബോറായിട്ടുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ പോകുമ്പോഴത്തേക്കും കുറച്ചൊരു നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചു പോവാണെങ്കിൽ ഇത്രയും ബാഡ് കമന്റുകൾ കേൾക്കേണ്ടി വരില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തില് നമുക്കും ഇതിനു മുന്നേയും മലയാള സിനിമാ നടിമാർ ഒരുപാടുണ്ടായിരുന്നു. അവരും ഒക്കെ ഇതുപോലുള്ള ഒരുപാട് ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് പഴയ കുറച്ച് ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അതിലൊക്കെ വരുന്ന നടിമാരൊക്കെ ഇത്ര മാന്യമായിട്ടുള്ള രീതിയിലല്ലേ, സാരിയൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ സാരിയൊക്കെ കൊടുത്ത് വളരെ മാന്യമായിട്ടാണ് വരുന്നത്. പക്ഷെ ഇപ്പൊ ഹണി റോസ് എന്നല്ല, ഇപ്പോൾ ഉള്ള കുറച്ച് നടിമാരുണ്ട് ഇതുപോലെ ഇനാഗ്രേഷൻ വരുമ്പോഴത്തേക്കും ഒരുമാതിരി ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ബോറായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചു വരുന്ന കുറച്ച് നടിമാരുണ്ട്. എന്തായാലും ആ ഒരു ബോച്ചയുടെ ആ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ഹണി റോസിന്റെ മാർക്കറ്റ് കുറച്ച് ഇടിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. കാരണം അതിനുശേഷം ഒരു ഉദ്ഘാടനം ഹണി റോസ് ചെയ്തിരുന്നു, പിന്നെ അങ്ങനെ ഉദ്ഘാടനവും കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. അതുപോലെ തന്നെ ഹണി റോസിന്റെ ഒരു പുതിയൊരു സിനിമയും കൂടെ ഇറങ്ങാനുണ്ടായിരുന്നു, ഇതുവരെ റിലീസ് ആയിട്ടില്ല ആ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം. അപ്പൊ ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് ഇപ്പൊ അവരുടെ ഡ്രസ്സിങ്ങും ഇതൊക്കെ അത് തികച്ചും അവരുടെ വ്യക്തി താല്പര്യം, അത് അവരുടെ ഇഷ്ടമാണ്. എങ്കിൽ പോലും ഇങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് ഒരുപാട് ആൾക്കാർ കൂടുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ കുറച്ചൊരു നല്ല രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്രയും ബാഡ് കമന്റുകളും അല്ലെ ഇത്രയും നെഗറ്റീവും
കേൾക്കേണ്ടി വരില്ലല്ലോ. ഇത് എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. എന്തായാലും ഹണി റോസ് ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഹണി റോസ് വെച്ച് കെട്ടി വരുന്നത് ഹണി റോസിന് അങ്ങനെ വരുന്നത് കൊണ്ട് ആരെയും ബാധിക്കുന്നില്ലല്ലോ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഹണി റോസ് പറയുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണം കേട്ടോ.